1940-കളിൽ വേൾഡ് വാർ സെക്കൻഡ് നടക്കുന്ന സമയം ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന ഭീകരമായ സംഭവങ്ങൾ ജനങ്ങൾ അറിയുകയുണ്ടായി. ഈ ഹോളോകോസ്റ്റ് നടന്നിട്ടില്ല എന്നും ജൂതരെ കൊന്നിട്ടില്ല എന്നും പറയുന്ന ഒരു ഗ്രൂപ്പ് ഇന്ന് നമ്മുടെ സമൂഹ മധ്യത്തിൽ ഉണ്ട്. 60 ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നിട്ടില്ല എന്നും ജൂതരെ ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹിറ്റ്ലർ ശ്രമിച്ചതെന്നും പറയുന്ന ഗ്രൂപ്പ്. അവർ പറയുന്നത് ഗ്യാസ് ചേമ്പർ ഉപയോഗിച്ചിരുന്നത് തുണി ഉണക്കാനും തുണി ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സംഗതിയായിട്ട് മാത്രമാണ്. ഇതേപോലെ ചരിത്രത്തിൻ്റെ സത്യത്തെ വളച്ചൊടിക്കുകയും ചരിത്രത്തെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഇന്ന് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഇവരെക്കുറിച്ച് ചിലപ്പോൾ ഇവരുടെ പല വാർത്തകളും പല സംവാദങ്ങളും പല ചർച്ചകളും നമ്മുടെ മുമ്പിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. പലർക്കും ഇവരുടെ രീതികൾ അല്ലെങ്കിൽ ഇവരുടെ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും ഒരു സംശയം തോന്നാം, ഈ പറയുന്നതെല്ലാം ശരിയാണോ, നമ്മൾ കേട്ടതെല്ലാം നുണയാണോ എന്ന്. എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഹോളോകോസ്റ്റ് നടന്നത് ഒരു തെളിവായിട്ട് നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണോ, അവിടുത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുടെ അനുഭവങ്ങൾ ഒരു കാര്യമാണ്. രണ്ടാമത്തത് അവിടുത്തെ നാസി ഉദ്യോഗസ്ഥരുടെ കൺഫെഷൻ. മൂന്നാമത്തെ കാര്യം അവിടുന്ന് ലഭിച്ച ഫോട്ടോസ്. നാലാമത്തെ കാര്യം ചരിത്രപരമായിട്ടുള്ള തെളിവുകൾ. അഞ്ചാമത്തെ കാര്യം ഈ ഫോറൻസിക് ആയിട്ടുള്ള ആളുകളുടെ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസുകൾ. പിന്നെ 6 എന്ന് പറയുമ്പോൾ ഈ വേൾഡ് വാർ സമയങ്ങളിൽ അവിടെ ഈ സംഭവങ്ങൾ നടന്നു എന്ന് പറയുന്ന ആൾക്കാരുടെ സാക്ഷിമൊഴികൾ. ഇത്രയും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന സംഗതി നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നത്. അപ്പം ആ തെളിവുകൾ ഇല്ല എന്നാണ് ഇപ്പോൾ ഉള്ള ആളുകൾ ഈ പുതിയ ഗ്രൂപ്പ് പറയുന്നത്. അത് പറയാനായിട്ട് അവരുടെ പ്രചോദിപ്പിക്കുന്ന കാര്യം എന്താണ്? ഇപ്പം അവർ പറയുന്നത് പുതിയ കുറേ റിസർച്ച് ചെയ്ത ആളുകൾ സത്യം മറന്നീക്ക് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനുള്ള അവരുടെ പുതിയ പേപ്പേഴ്സ് അവർ ഇൻ്റർനെറ്റിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറയുന്ന അബദ്ധജടിലമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ട് ഈ ചരിത്രത്തെയും സത്യത്തെയും വളച്ചൊടിക്കാനായിട്ട് നോക്കുകയാണ്. സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള ധൈര്യത്തെ, ചരിത്ര സത്യങ്ങളെ മനസ്സിലാക്കാനുള്ള താല്പര്യത്തെ, ഇതിനെല്ലാം പുറകോട്ട് വലിക്കുകയാണ് ഇത്തരം അന്ധവിശ്വാസികൾ ചെയ്യുന്നത്. ജർമ്മനി, കാനഡ, ഇസ്രായേൽ പോലെ രാജ്യങ്ങളിൽ ഇത്തരം സ്യൂഡോ സയൻസുകാർക്കെതിരെയുള്ള നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ഹോളോകോസ്റ്റിന് നേരെയുള്ള ഇത്തരം തീവ്രമായ അന്ധവിശ്വാസങ്ങൾ മാനസികാരോഗ്യത്തിന് നേരെയുള്ള വൈറസാണ്. ചരിത്രബോധമുള്ള തലമുറയുടെ നിലനിൽപ്പിന് സത്യത്തിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്.